ശ്രീരാമ ലക്ഷ്മണ പാദസ്പർശമേറ്റ പുണ്യഭൂമി, ഒട്ടനവധി ഋഷിവര്യന്മാർ തപസ്സനുഷ്ഠിച്ച സന്നിധി, നിരവധി അപൂർവതകൾ ഉള്ള ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രം. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹത്തിൽ ശ്രീരാമ ലക്ഷ്മണ ഭഗവാൻമാർ ഒന്നിച്ചു വാഴുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രമായ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ വെന്നിമല ക്ഷേത്ര സന്നിധി. എന്നാലും വെന്നിമല ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്ര സന്നിധിയിൽ നിന്നുള്ള വിശേഷങ്ങളിലേക്കാണ് ഇനി. ഒരു നടയിൽ രണ്ട് കൊടിമരങ്ങളുള്ള അപൂർവം ക്ഷേത്രം, ശ്രീരാമ ലക്ഷ്മണ ഭഗവാന്മാരെ ഒന്നിച്ച് ആരാധിക്കുന്നിടം, കപില മഹർഷി ഉൾപ്പെടെയുള്ള ഋഷിവര്യന്മാർ തപസ്സനുഷ്ഠിച്ച സന്നിധി. അതിപുരാതനമായ ഈ ക്ഷേത്രം കേരളത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട സാംസ്കാരിക കേന്ദ്രമായി പുരാവസ്തു വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധി പ്രത്യേകതകളും അപൂർവതകളുമുള്ള ക്ഷേത്ര സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചരിത്രമുറങ്ങുന്ന വെന്നിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളുടെ പെരുമഴക്കാലമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ ചതുർബാഹു വിഗ്രഹമുള്ള ഒരു ശ്രീകോവിലെന്ന് പറഞ്ഞാൽ കേരളത്തിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മളുടെ രണ്ട് കൊടിമരമുള്ള ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ ഉള്ളൂ. ഇവിടെ ചേരമാമ്പന്മാർ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ച അന്ന് ഇത് പ്രത്യേകിച്ചും നമുക്ക് രണ്ട് കൊടിമരമുള്ള ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സാന്നിധ്യമുള്ള ഈ ക്ഷേത്രം ഇവിടെ രണ്ട് കൊടിമരം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീകോവിലിൽ നമ്മൾ അഭിഷേകം ചെയ്യുന്ന തീർത്ഥങ്ങൾ ഇവിടെ ബലിതർപ്പണം ചെയ്യുന്ന തീർത്ഥക്കുളത്തിലേക്ക് ഒഴുകിയെത്തുകയും അത് പുണ്യ സ്നാനമായി കരുതുകയും അവിടെയാണ് നമ്മൾ പിതൃവിന് മോക്ഷം കിട്ടാനായിട്ട് ബലിതർപ്പണം ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ബലിതർപ്പണം ചെയ്യാൻ കർക്കിടവാവ് അമാവാസി ദിവസം 10,000-കണക്കിന് ജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഈ ചേരമാൻ പെരുമാൾ രാജാവ് ഒരിക്കൽ കൊടുവൂരാർ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് പാലൂർ പണിക്കരുമൊത്ത് തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ ആകാശത്തിൽ സപ്തർഷികൾ നൃത്തം ചെയ്യുന്നതായിട്ട് കാണുകയും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത പാലൂർ പണിക്കരോട് അന്വേഷിച്ചപ്പോൾ അത് വെന്നിമല എന്ന് പറയുന്ന വളരെ പുണ്യമായിട്ടുള്ള ഭൂമിയാണെന്നും അപ്പോൾ അദ്ദേഹം രാജാവ് ഇവിടെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അദ്ദേഹം ഇവിടെ വന്ന് അങ്ങനെ ക്ഷേത്രത്തിന് നിർമ്മാണത്തിനുള്ള അനുമതി കൊടുത്തു എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. നമുക്കറിയാം ഈ ക്ഷേത്രത്തിലെ ശ്രീരാമനും ലക്ഷ്മണനും ഒരുമിച്ച് കുടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം. വിഗ്രഹം പ്രതിഷ്ഠ ലക്ഷ്മണസ്വാമിയുടേതാണെങ്കിലും ശ്രീരാമനും ഉണ്ട് എന്നാണ് സങ്കല്പം. അതേപോലെ തന്നെ ശ്രീമാൻ ഹനുമത് സ്വാമിയുടെ സാന്നിധ്യം സങ്കല്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ വിളക്ക് കൊളുത്തുന്നുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടും അമാവാസി മാസത്തിലെ അമാവാസി കർത്തവാവ് ദിനം പിതൃദോഷപരിഹാരത്തിന് വേണ്ടിയിട്ട് തിലഹോമം നടത്തുന്നുണ്ട് പിതൃമണ്ഡപത്തിൽ. അതിവിടെ സമർപ്പണമായിട്ട് വരുന്ന പിതൃക്കളെ സായുജ്യം ചെയ്ത് മോക്ഷമാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണമുണ്ട്. അത് ചുരുക്കം ക്ഷേത്രങ്ങളിലേ ഉള്ളൂ ദിവസേന ബലിതർപ്പണമുള്ളത്. കപില മഹർഷി തപസ്സനുഷ്ഠിച്ച ക്ഷേത്രത്തിനോട് ചേർന്ന ഗുഹയാണിത്. ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്താണ് ഗുഹയുള്ളത്. കപില മഹർഷി ഉൾപ്പെടെയുള്ള സന്യാസി വൈദ്യന്മാരുടെ തപസ് മുടക്കിയ രാക്ഷസന്മാരെ ശ്രീരാമ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണസ്വാമി ഈ പ്രദേശത്ത് വെച്ച് നിഗ്രഹിച്ചു എന്നാണ് വിശ്വാസം. ഈ കപില മഹർഷി തപസ്സിരുന്ന ഗുഹയോടനുബന്ധിച്ചുള്ള ചരിത്രം പറഞ്ഞാൽ ഇവിടുന്ന് തൊട്ടടുത്ത് നമ്മുടെ മണികണ്ഠപുരം ക്ഷേത്രത്തിലേക്കുള്ള പണ്ട് മഹാരാജാക്കന്മാർ ആ വഴിയാണ് ഇതിലെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അത് അതിൻ്റെ ഒരു ഇതാണ് ഈ കപില മഹർഷി തപസ്സിരുന്ന ഗുഹ. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും തീർത്ഥം നേരിട്ട് ക്ഷേത്രക്കുളത്തിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥക്കുളത്തിലെ ബലിതർപ്പണം ഏറെ വിശിഷ്ടമാണ്. ശ്രീരാമപാദത്തിങ്കൽ എല്ലാ ദിവസവും ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യവും ക്ഷേത്രത്തിലുണ്ട്. പ്രതിഷ്ഠ നടന്ന കാലം മുതലുള്ള ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന പാല്, കരിക്ക്, തുളസിപ്പ് ഉൾപ്പെടെ ആ ഓവിൽ കൂടെ വരികയും പഴമക്കാർ സേവിച്ചിട്ടുള്ളതാണ്. ആ തീർത്ഥം വന്ന് ചിറയിലോട്ട് വീഴുന്നു. തീർത്ഥച്ചിറ എന്നറിയപ്പെടുന്നു. ആ തീർത്ഥച്ചിറയിൽ അല്ലെ ശ്രീരാമ തീർത്ഥത്തിൽ
ശ്രീരാമ തൃപ്പാദത്തങ്ക ബലി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ബലിയുടെ പ്രാധാന്യം, പ്രത്യേകത. സ്ഥലപുരാണത്തിൽ പറയുന്നത് വിജയാചല തീർത്ഥേഷു സ്നാത്വാ ഭക്ത്യാ പിതൃക്രിയ കരോതി മനുജോയസ്തു ഗയാശ്രാദ്ധ ഫലം ലഭേൽ. അതായത് വിജയാചലത്തിലുള്ള, വിജയാദ്രി എന്നാണ് സംസ്കൃതത്തിലുള്ള നാമം, അതായത് വെന്നിമല, വിജയത്തിൻ്റെ മല. അപ്പോൾ ആ വിജയാദ്രിയിലുള്ള തീർത്ഥക്കുളത്തിൽ സ്നാനം ചെയ്ത് പുണ്യകർമ്മം, ബലികർമ്മം അനുഷ്ഠിക്കുന്ന ഭക്തന് ഗയാശ്രാദ്ധ ഫലം ലഭിക്കും. അതായത് 12 തലമുറ ബലിതർപ്പണം ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് സ്ഥലപുരാണത്തിൽ പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരികെ മടങ്ങുമ്പോൾ വനവാസകാലത്ത് ശ്രീരാമ ഭഗവാൻ സീതാദേവിയെ തേടിയിറങ്ങിയ ആ വനപ്രദേശത്തിൻ്റെ വന്യത ഇപ്പോഴും നമുക്ക് അനുഭവവേദ്യമാവുകയാണ്. ഈ പുണ്യപുരാതന സംഗീതത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ ഹരികൃഷ്ണൻ കരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.